നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 214 എപ്പിസോഡാണ്. 214 എപ്പിസോഡ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തിരി കാലം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതായത് ഈ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ കൂടി ഇങ്ങനെ കടന്നു വരുമ്പോഴേ നമ്മൾ കാണാറുണ്ട് ഒരുപാട് പേര് അച്ഛനമ്മയെ നോക്കാത്തവർ, അതുപോലെ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചുമൊക്കെ കാശുണ്ടാക്കുന്നതും മറ്റുള്ളവരുടെ ബിസിനസ് തകർക്കുന്നതും അങ്ങനെ പല രീതിയിലുള്ള ചതികളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താ ദൈവം ഈ ചതിയന്മാരെയും അച്ഛനമ്മയും നോക്കാത്തവരെയൊന്നും ശിക്ഷിക്കാത്തത് എന്താണ്, അല്ലെങ്കിൽ ശിക്ഷിക്കാൻ താമസിക്കുന്നത് എന്താണെന്ന് ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ വരുമായിരുന്നു. അപ്പം ഇപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിലായിട്ട് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് കൂടുതൽ അതിനെപ്പറ്റി പഠിച്ചത്. പിന്നെ ഞാൻ ജ്യോതിഷവും സ്നേഹം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു റിസർച്ച് പോലെ നടത്തുന്നതുകൊണ്ട് പലയിടത്തും പല കാര്യങ്ങളും എനിക്ക് അറിയാൻ കഴിയും. അപ്പം പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പം ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ടൈറ്റിൽ എന്ന് പറയുന്നത് വൈ ഗോഡ് ഡിലേയ്സ് പണിഷിങ് ചീറ്റിംഗ് പീപ്പിൾ എന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ. അപ്പം ഇതിനകത്ത് ഭഗവത്ഗീതയിലെ കാര്യമാണ് ആദ്യം ഞാൻ നോക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തരം പ്രവൃത്തികളെ പറ്റിയും, അതായത് നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ പ്രവൃത്തികളെ പറ്റിയും ഞാൻ ബോധവാനാണ്, എനിക്കെല്ലാം അറിയാൻ കഴിയും എല്ലാ കാര്യങ്ങളും. പക്ഷേ ഞാൻ ഒരാളെ നേരിട്ട് ശിക്ഷിക്കാറില്ലെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ ആരെയും നേരിട്ട് ശിക്ഷിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അദ്ദേഹം പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ തന്നെ അതിൻ്റെ ഫലം ഒളിച്ചിരിപ്പുണ്ട്. ആ കർമ്മത്തിൽ നിന്ന് തന്നെ ഈ ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ദുഷ്കർമ്മം ചെയ്യാൻ ദുഷ്കർമ്മത്തിന് അതിൻ്റേതായിട്ടുള്ള ദൂഷ്യമായിട്ടുള്ള ശിക്ഷകൾ കിട്ടും. ആ പ്രവൃത്തിയിൽ തന്നെ ഉണ്ട്, ആ കർമ്മത്തിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഈ അമിതമായിട്ടിപ്പം ഇത് അമൃത് കഴിച്ചാൽ പോലും അത് വിഷമാണെന്ന് പറയുന്ന പോലെ തന്നെ എന്തായാലും ഒരു ന്യായമുണ്ട്. ആ ന്യായത്തിനപ്പുറം എന്തെങ്കിലും ചെയ്താൽ അതിനകത്ത് തന്നെ അതിന് ശിക്ഷ ഉണ്ടെന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് സാരം. പിന്നെ പ്രകൃതി നിയമമാണെന്നാണ്. പ്രകൃതി നിയമം അനുസരിച്ച് തന്നെ ഏത് പ്രവൃത്തിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഫലമുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് ഐസക് ന്യൂട്ടൺ പറഞ്ഞ പോലെ ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാനും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു, നല്ലതാണെങ്കിൽ നല്ല ഇത് കിട്ടും, അതിൻ്റെ ഫലം കിട്ടും. നിങ്ങൾ ചീത്ത പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഫലവും ചീത്ത ആയിട്ടുള്ളതായിരിക്കും. അതായത് തിന്മ ചെയ്യുന്നവന് തിന്മയെ കിട്ടത്തുള്ളൂ എന്നാണ് ഭഗവാന്റെ ഉറച്ച അഭിപ്രായം ഈ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭഗവത്ഗീത തന്നെയാണ് ഇതിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഈ ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നാണ് ഐസക് ന്യൂട്ടനൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭഗവാൻ വീണ്ടും പറയുന്നത് ഞാൻ ആരെയും നേരിട്ട് ശിക്ഷിക്കത്തില്ല, ഞാൻ ആരെയും നേരിട്ട് ശിക്ഷിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാനും ആ തെറ്റുകളിൽ നിന്ന് അവർക്ക് പാഠം പഠിക്കാനും അത് തിരുത്താനുള്ള അവസരം ഞാൻ അവർക്ക് കൊടുക്കും. അതാണ് ഭഗവാന്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ആരും ദൈവം നേരിട്ട് ശിക്ഷിക്കാതെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് ശിക്ഷിക്കാതെ ഓരോ തെറ്റുകളിൽ നിന്ന് അവർ പാഠം പഠിക്കാനും അവർക്ക് നന്നാവാനുള്ളൊരവസരം കൂടെ ഭഗവാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വഞ്ചന കാണിച്ചാൽ നിങ്ങളെ വഞ്ചിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് അവരോട് പ്രതികാരം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നാണ് പറയുന്നത്. നിങ്ങളതും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ പ്രതികാരം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക, അന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ നിങ്ങളായിട്ട് ആ പ്രവൃത്തിക്ക് പ്രതികാരം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവർ നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ അത് നിങ്ങൾ വേണ്ട അതിൻ്റെ തിരിച്ച് ശിക്ഷ കൊടുക്കാൻ. അതൊക്കെ ദൈവം അതിൻ്റെ കാലാന്തരത്തിൽ അവർക്ക് കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണം, നിങ്ങളുടെ ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീത 10ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ആർക്കും എന്നെ ചതിക്കാനോ ശക്തിയിൽ എന്നെ ജയിക്കാനോ കഴിയത്തില്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, അവർ ചെയ്യുന്ന തെറ്റിൽ നിന്ന് ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഒരു മനുഷ്യർക്കും ആ തെറ്റുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്.
പിന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഒരാളുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് അയാളുടെ മനസ്സിനെ കീഴടക്കിയാൽ ആ മനസ്സായിരിക്കും ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ, അതായത് നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്നും ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഭഗവാൻ പറയുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ നമ്മളെ തേടി വരും. നമ്മുടെ ദുഷ്കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ അതിൻ്റെ ഫലങ്ങൾ നമ്മളെ തേടി തന്നെ വരും, നമ്മുടെ പുറകെ വരും. അതായത് ബുമറാങ് എന്നും പറഞ്ഞൊരു ആയുധത്തിനെ പറ്റി നിങ്ങളെ പലരും കേട്ട് കാണുമായിരിക്കും. അതായത് ഇപ്പോൾ ആസ്ട്രേലിയയിലുള്ള കുറച്ച് ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ആ ആയുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് അയച്ച ആളുടെ തന്നെ തിരിച്ചു വരും. അങ്ങനെ അതാണ് ബുമറാങ് എന്ന് പറയുന്നത്. അപ്പോൾ ബുമറാങ്ങിനെ പോലെയാണ് ചീത്ത പ്രവൃത്തികൾ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം നിങ്ങളെ അന്വേഷിച്ച് വരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ വേറൊരു കാര്യം ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം, ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെ, കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചിന. അതായത് എല്ലാ കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അതിന് ഫലത്തെപ്പറ്റി ചിന്തിക്കാതെ വേണം നിങ്ങൾ എല്ലാ പ്രവൃത്തികളും ചെയ്യാനെന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം അതാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിക്കും നിങ്ങൾ ധർമ്മത്തിനെ ആസ്പദമാക്കി ചെയ്യുക. നിങ്ങൾ ഒരിക്കലും അതിൻ്റെ ഫലം പ്രതീക്ഷിക്കേണ്ട. ഫലം നിങ്ങൾക്ക് കിട്ടും, അത് വേറെ കാര്യം. എന്നാലും നിങ്ങൾ ഫലത്തിനെ പറ്റി പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഉത്തമമായ കാര്യമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. നന്ദി, നമസ്കാരം.